ഷുഗറിന് ഇൻസുലിനൊക്കെ എടുക്കുമായിരുന്നു. 500-ലും 600-ലും ഇരിക്കുന്നത്. അന്നേരം ഇങ്ങനെ പേരിലും എല്ലാം പോയി എല്ലാം ഇൻസുലിൻ എടുക്കും. 35 എടുക്കും രാവിലെ 35, വൈകിട്ട് 32, അങ്ങനെയൊക്കെ എടുത്തുകൊണ്ടിരിക്കുക. അന്നേരം അങ്ങനെ വന്ന് ഷുഗർ കൂടി വന്നു കഴിഞ്ഞപ്പോൾ ഇവർ കൂട്ടി എടുക്കും. പിന്നെ 40 വരെ എടുത്തിട്ടുണ്ട് ഇൻസുലിൻ. പിന്നെ എനിക്ക് ഇങ്ങനെ ഷുഗർ കൂടുന്ന കാരണം പിന്നെ എൻ്റെ ആങ്ങളമാരെല്ലാം കുളനടയിലാണ് പോകുന്നത്. അവിടെ പോയി പിന്നെ എന്നോട് പറഞ്ഞു, ചേച്ചി ഇവിടെ വരാമെങ്കിൽ അവൻ്റെ കാലം ഓപ്പറേഷൻ ചെയ്തിട്ടിരിക്കുമോ പഴുത്തിട്ടും കൊച്ചവൻ. അന്നേരം അവൻ അവിടെ കിടന്നപ്പോൾ എന്നെ വിളിച്ച് വാ ചേച്ചി ഇവിടെ വന്ന് കാണിയില്ല. ഞാൻ പിന്നെ ശ്രീകുമാർ സാറെന്ന് പറഞ്ഞ ഒരാളുണ്ടാകുന്നു, അപ്പനും മക്കളെ ഉള്ളൂ. അവർ സാറിനെ പോയി കണ്ടു. സാർ അന്നേരം നേരെ 5-10 അങ്ങ് കുറച്ച് ഇൻസുലിൻ 25 എടുക്കുന്നതിന്. അന്നേരം എന്നോട് പറഞ്ഞ് 10 കുറയ്ക്ക്, എന്നിട്ട് ബാക്കിയുള്ള എടുത്താൽ മതി. ഒരാഴ്ചത്തേനെ മരുന്ന് തന്നുള്ളൂ. അത് അവിടെ ചെന്ന് ഇവരുടെ മരുന്ന് കഴിച്ചപ്പോൾ എനിക്ക് ഇൻസുലിൻ കുറച്ച് കൊണ്ടുവന്നു. അത് കഴിയുമ്പോൾ വീണ്ടും അവിടെ പോയാൽ പിന്നെ അത് കഴിഞ്ഞ് ഞാൻ കുളനട വീണ്ടും പോകും. അത് ഒത്തിരി വർഷമായി, എൻ്റെ നമുക്ക് തന്നെ ഇരിപ്പുണ്ട്, ഒരുപാടുണ്ട്, വർഷങ്ങളായിട്ട് പോയി. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ തൈറോയ്ഡ് ഉണ്ടായിരുന്നു, കൊളസ്ട്രോൾ ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ട്. പിന്നെ ഷുഗർ കുറഞ്ഞാലും കാലുവേദന, അതാണ് മെയിനായിട്ട്. അവിടെ കുളനടയിൽ കാലുവേദനയുടെ ഒരു ചികിത്സയില്ല, ഷുഗറിൻ്റെ മാത്രമേ ഉള്ളൂ. അത് കാരണം എന്നോട് അശ്വതി ഡോക്ടർ പറഞ്ഞ് വേറെ ആരെങ്കിലും പോയി കാണിക്കണമെന്ന് പറഞ്ഞു. അത് ഞാൻ പിന്നെ നമ്മുടെ പുഷ്പേരിലാണ് കാണിക്കുന്നത്. അവിടെ പോയി 5-8 പിന്നെ മാസങ്ങളായിട്ട് ഞാൻ കൊണ്ട് നടന്നിട്ടൊന്നും കുറയുന്നില്ല. അത് കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ അത് കുറയാഞ്ഞപ്പോൾ വീണ്ടും തിരുമുന്നിടത്ത് പോയിട്ടും ഒരു കുറവില്ല. അത് കഴിഞ്ഞ് പിന്നെ അത് എത്ര മാസം ജോലിക്ക് പോകാതെ കഴിഞ്ഞു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പം അവിടുന്ന് വീണ്ടും വില്ലുവിലേക്ക് അവിടെ പോയി ചെന്നപ്പോൾ അവർ പറഞ്ഞു കൂട്ടിന് അത് ഇഞ്ചക്ഷൻ എടുക്കണം, തേയ്മാനമാണ്. മെഡിക്കൽ കോളേജിൽ പോയി അവിടെ പിന്നെ ആ വഴിയിലോട്ട് പോയിട്ടില്ല, ഇഞ്ചക്ഷൻ എടുക്കണമെന്ന് പറഞ്ഞു. എല്ലായിടവും കയറി ഇറങ്ങി വർഷങ്ങളായിട്ട് നടന്നിട്ട് ഒരു കുറവ്. പിന്നെ ഞാൻ ഇങ്ങനെ എൻ്റെ നമ്പർ പണ്ട് ഇവിടെ ഓപ്പണായി കിടന്ന സമയത്ത് എൻ്റെ നമ്പറുണ്ടായിരുന്നു. എന്നെ എന്നും വിളിക്കുക, എനിക്ക് സമയമില്ലെന്ന് പറഞ്ഞു. അന്നൊക്കെ വരുമായിരുന്നു എപ്പോഴേ ഇത് ഇങ്ങനൊന്നും അല്ല കുറഞ്ഞതിന്. അന്നേരം പറയാം സമയമില്ലെന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ ജോലി നോക്കി അങ്ങ് പോകും. അങ്ങനെ വന്ന് ഒരു ദിവസം സാറിൻ്റെ ഞാൻ കേട്ടു ഇവിടെ വന്ന് അജി സാർ എന്നെ വിളിച്ചത്. ആരാന്നും എനിക്കറിയില്ല, ഞാൻ ഇവിടെ വന്ന് കാണുന്ന ആളില്ല. അന്നേരം വിളിച്ച് ഇവിടെ വന്ന് കയറി സ്റ്റെപ്പ് കയറിയാണ് ഞാൻ വന്ന്, കയറാൻ പറ്റത്തില്ല, പിടിച്ചായിട്ട് ഇവിടെ വന്ന് ഈ ഫുഡ് ഇവിടെ വന്ന് ഞാൻ വന്ന് ഫുള്ള് ഇവിടെ വന്നിരുന്ന് കഴിക്കുമായിരുന്നു. കഴിച്ചു കഴിഞ്ഞ് മാറ്റമുണ്ട്. തൈറോയ്ഡ് ഇപ്പം ഇല്ല, അതിൻ്റെ മരുന്ന് കഴിക്കുന്നില്ല. ഇൻസുലിൻ മാറ്റി രാവിലെ വൈകിട്ട് ഓരോ ഗുളിക മാത്രമേ ഉള്ളൂ ഷുഗറിൻ്റെ. ഈയിടെ നോക്കിയപ്പോൾ 170 ഉള്ളൂ ഷുഗർ. ഇപ്പം അങ്ങനെ ഇരിക്കുന്നു. പിന്നെ എനിക്കിപ്പം അതെനിക്ക് കുറവുണ്ട്. പിന്നെ ആ ഏത് പോലുണ്ട്, ഞാൻ ഏത് നടന്ന് അതിന് മാറാൻ വെച്ചിട്ടുണ്ട്, അല്ലാതെ കുഴപ്പമില്ല. പിന്നെ എൻ്റെ മരുമോള് എനിക്ക് കുറവായി കഴിഞ്ഞപ്പോൾ മരുമോള് വർഷങ്ങളായിട്ട് പിന്നെ പുറത്തേരെല്ലാം കണ്ട് വന്ന് നോക്കിയാൽ മെഡിക്കൽ കോളേജിലായിരുന്നു. അവർ പിന്നെ ഏതാണ്ട് ചെക്കപ്പിന് ഇവിടെ വിട്ടാൽ കൂട്ടത്തിൽ ഇവിടെ വന്ന് നോക്കി ശ്വാസക്കുഴലിനകത്തൂടെ നോക്കിയാൽ കൂട്ടത്തിൽ പിന്നെ ശ്വാസക്കുഴൽ ജോലിയുണ്ട്. അതിന് വർഷങ്ങളായി, 3-4 വർഷമായി മെഡിക്കൽ കോളേജിലെ ചികിത്സ. അത് കഴിഞ്ഞ് ഇങ്ങനെ നോക്കി അവർ പറഞ്ഞു ഇനിയും പറ്റത്തില്ല, ഒത്തിരി ബുദ്ധിമുട്ടാണ്. ഞാൻ പോയി കണ്ടതാണ്, അതുപോലെ വയ്യായിരുന്നു. നമ്മൾ പിന്നെ കോട്ടയത്തു നിന്ന് പത്തനംതിട്ട ജില്ല വിടും, അവിടുന്ന് നേരെ കോട്ടയത്തോട്ട് ഇങ്ങനെ യാത്രയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. ഇപ്പം നടന്ന് ഇപ്പോൾ ഒരു ഇവിടുത്തെ ഫുഡ് കഴിക്കാൻ തുടങ്ങിയിട്ടിപ്പോൾ 4-5 മാസമായി, അല്ല സാറേ? 5-6 മാസമായി. ഇപ്പോൾ കഴിച്ചിട്ട് ഇപ്പം ഓക്സിജനൊന്നും വൈകിട്ടൊന്നും വെക്കാറില്ല. ഇപ്പം ബാത്റൂമിൽ തന്നെ പെരക്കകത്തായിരുന്നു, അമ്മ കൊണ്ട് കളയുമായിരുന്നു, കസറയിട്ട് അങ്ങനെയായിരുന്നു. ഇപ്പം അതും ഒരു മാസമായിട്ട് ബുദ്ധിമുട്ടില്ലാതെ തന്നെ ബാത്റൂമിൽ പോകുന്നു, വിളിക്കുന്നതെല്ലാം ഇപ്പം അതിനകത്താണ്. ഇന്നലെ വൈകിട്ട് വിളിച്ചു, ഇപ്പം വർത്താനമൊക്കെ പറയുന്നത് നല്ല സൗണ്ടാണ്. അനിയത്തി ഇന്നലെ രാത്രി വന്നിട്ടുണ്ട്, ഡൽഹിയിലായിരുന്നു. അന്നേരം ഓക്സിജൻ വെച്ചോണ്ടിരിക്കുക. ഓക്സിജൻ വെച്ചോണ്ടിരിക്കുക. ഇപ്പം ഒന്നും വേണ്ടതില്ല. അവ ഇട സുഭാഷിൻ്റെ ഇളയ മോന് ശാസ്ത്രീയും ഒക്കെ വന്നു, കൂട്ടത്തിൽ പൈപ്പ് വന്നു. അമ്മയും മക്കളെല്ലാം പല കറങ്ങി വിടും. ഇങ്ങനെ ഇടയ്ക്ക് വന്നപ്പോൾ ഓടി കാണാൻ ചേർപ്പം വന്നു. ആര് വന്നാലും അവൻ്റെ സ്വന്തമായിട്ട് ജോലി ചെയ്യാൻ പറ്റില്ല. ഇവിടെ നിന്ന് കല്യാണിയിൽ നിന്ന് ഓടി ചെന്നിട്ട് കൊച്ചിനെയും കൊണ്ട് താറൊക്കെ ഇവിടെ എന്നെ വിളിച്ചു. അമ്മ ഞാനും ഇല്ല, ഞാൻ ഇവിടുന്ന് ആരെ എടുത്തിട്ട് പോകാൻ. അന്നേരം ഞാൻ പറഞ്ഞു എൻ്റെ പേരമ്മയെ ആരെയും വിളിക്കാൻ. അങ്ങനെ അവർ തള്ള വന്ന് ചേട്ടൻ്റെ അവരിവിട്ടിരുന്നു. ഇവർ രാത്രിയിലെങ്ങാണ്ടാണ് വന്നത് കൊച്ചിനെ. രാത്രി 11:30 അങ്ങോട്ട് കഴിഞ്ഞാൽ വീട്ടിൽ വന്നത്. അന്നേരം അങ്ങനെ വന്നപ്പോഴത്തേന് എന്നെ വിളിച്ചായിരുന്നു. ഞാൻ തന്നെ ഉള്ളൂ. അന്നേരം പേടിയായതുകൊണ്ട് ഞാൻ ചുമ്മാ വിളിച്ചു, ആരും ഇല്ലല്ലോ എന്ന്. ഞാൻ എന്തെങ്കിലും വന്നു പോയാലൊക്കെ പേടി. ഞാൻ പറഞ്ഞു അങ്ങനെ പേടിക്കണ്ട, മാറും.
പിന്നെ ഇപ്പം ഞങ്ങളുടെ കൊച്ചു മോനെ ഈ കല്യാണം വിളിക്കാൻ ചെന്നപ്പോഴത്തെ അവള് തന്നെയുണ്ട്, പേരമയുണ്ട്. ഇപ്പം കുഴപ്പമില്ല, പഴയതിനെക്കാട്ടി നല്ല ഹാപ്പിയായിട്ടിരിക്കും. ഇവിടെ തിരുവല്ലായൂർ കുറച്ചുകൂടെ കഴിയുമ്പോൾ ഞാൻ പറഞ്ഞു എളുപ്പം വേറെ അല്ല വരും കേട്ടോ, അത് ഉറപ്പ് കേട്ടാ. അവളിവിടെ വരും, അവള് പറയാം ഒന്ന് ഇറങ്ങി നടന്നാ. ഞങ്ങളുടെ വീട് എങ്ങനെയാന്ന് ഷെഡ് വെച്ചതുപോലെ അവള് കണ്ടിട്ടില്ല. ഇപ്പൊ വർഷങ്ങളായി ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ട് എന്നെ വിളിക്കുമ്പോൾ നല്ല പഴയ സ്വരം പോലെ ഇപ്പം വരുന്നുണ്ട്. അല്ല മിണ്ടിയ നമ്മളൊരു അട്ട ചൂടുണ്ട് എങ്ങനെ ഒരു മനുഷ്യൻ വയ്യാതെ. നമ്മൾ ഇന്നലെ കണ്ടില്ല ഒരു അപ്പച്ചൻ കിടന്ന ആ കിടപ്പ് തന്നെ. സത്യം പറയുന്നത് സാറ് തന്നെ ചെന്ന് കണ്ട സങ്കടം പോയി. ഞങ്ങൾ അവിടെ നിന്ന് പറയുന്നു ആ കിടപ്പില്ല. ഇപ്പൊ കുറവുണ്ട്.